മീഡിയ വണ്ണിലെ ചർച്ചയിൽ നിഷാദ് റാവുത്തർ നടത്തിയ ഒരു ചർച്ചയുടെ പരാമർശങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ പ്രതികരിക്കുകയുണ്ടായി, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന്. അക്കൂട്ടത്തിൽ പ്രതികരിച്ച ഒരാളാണ് അനൂപ് VR എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ്. അദ്ദേഹം എല്ലാ കാലത്തും തികഞ്ഞ മതേതര നിലപാടും അതുപോലെ തന്നെ ഫാസിസത്തോടും അത്തരം നടപടികളോടും കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് അക്കാര്യത്തിൽ അഭിപ്രായം പറയുന്ന ഒരാളുമാണ്. എന്നാൽ നിഷാദ് റാവുത്തറിനെയും മീഡിയ വണ്ണിനെയും പറഞ്ഞപ്പോഴേക്കും മറ്റു കുറേ ആളുകൾ അതിനെ രംഗത്തെത്തി ആ ചർച്ച വലിച്ച് വേറൊരു ദിശയിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നൊരു ഏർപ്പാടുണ്ട്. കഴിഞ്ഞ ദിവസം അനൂപ് അതിനെക്കുറിച്ചൊരു പ്രതികരണം ഇട്ടിരുന്നു. എനിക്ക് അനൂപിനോട് പറയാനുള്ളത്, എല്ലാവരും നീതി പറയണം, നിയമം പറയണം, സത്യം പറയണം എന്നൊക്കെ പറയുന്നതിൻ്റെ ആ മീനിങ് ഈ പറയുന്നവരെ ഒഴിച്ച് പറയണമെന്നുള്ളതാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടതുകൊണ്ടല്ല ഇങ്ങനെ പ്രതികരണം. എന്നെപ്പോലെയുള്ള ആളുകളുടെയും സ്ഥിതി അതുതന്നെയാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ കുറേ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ ബാക്കി എല്ലാവരും ഹാപ്പിയാണ്. അവർ വേണ്ട രേഖകൾ തരും, വിവരങ്ങൾ തരും, സംഗതികളൊക്കെ തരും. എന്നാൽ മറിച്ച് അവരെ ഭാഗത്ത് അങ്ങനെയുള്ള ഒരു സംഗതിയോട് വിയോജിക്കുമ്പോഴേക്ക് ഈ പറയുന്ന അടുപ്പമെല്ലാം തീർന്ന് പിന്നെ വേറൊരു തരത്തിലേക്കെത്തും. അത്രമേൽ പാർശ്വവൽക്കരിക്കപ്പെട്ട, അത്രമേൽ എന്താ പറയുന്നത്, ബന്ധിതമായ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുൻവിധിയാൽ ബന്ധിതമാണ്. ഇപ്പോൾ ഒരുപാട് സന്ദർഭങ്ങളിൽ യുക്തിവാദിയായും നിരീശ്വരവാദിയായും ഇസ്ലാം മത വിശ്വാസി അല്ലാത്തൊരാളുമായും എന്നെ ഒരുപാട് പേർ ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നാൽ മറുവശത്ത് സുഡാപ്പിയായും ജിഹാദിയായും ഐസിസുകാരനായും ഒക്കെയുള്ള സംഗതികൾ നടന്നിട്ടുണ്ട്. ഇതെല്ലാം കേട്ട് വളരെ സന്തോഷത്തോടെ അങ്ങ് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുക എന്നത് മാത്രമാണ് കരണീയമായിട്ടുള്ളത്. നമ്മുടെ കൺട്രോൾ വിടാതിരിക്കുക എന്നുള്ളതാണ്. അനൂപിൻ്റെ പ്രതികരണം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, അനൂപ് ഒരുപാട് വേദികളിൽ ഫലസ്തീൻ പിന്നെ ഈ വിഷയങ്ങളിൽ അടക്കമുള്ളിടത്ത് വളരെ സ്വതന്ത്രമായി തുറന്ന് വർത്തമാനം പറഞ്ഞ ആളാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് നിഷാദ് റാവുത്തറിനെ അല്ലെങ്കിൽ മീഡിയ വണ്ണിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പോലെ അവർക്കൊട്ടും ക്ലച്ചും ബെല്ലും ഒന്നും പിടിക്കത്തില്ല. അതിന് ഒരു സംഘടനയും ആ ഭാവങ്ങളിൽ നിന്ന് വിമുക്തമേ അല്ല. വളരെ അടുപ്പമുള്ളവർ പോലും പറയുന്നത് പണ്ടൊക്കെ നല്ലതായിരുന്നു, ഈ അടുത്ത സമയത്തായിട്ട് ഇച്ചിരി കുഴപ്പം വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ അടുത്ത സമയത്തായിട്ട് അവരുടെ സംഘടനയോട് വിയോജിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ എല്ലാവരും അവർ കാണുന്ന രീതിയിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെ മുഴുവൻ ആളുകളും കാണണം എന്നുള്ളതാണ്. അതുകൊണ്ട് അനൂപിനെ സംബന്ധിച്ച് അതിൽ ആർക്കും ആരെയും സ്വയം മുദ്ര കുത്തപ്പെടുന്നത് വരെ വേറെ ആർക്കും മുദ്രയും ചാപ്പയും ഒന്നും കുത്താനാവില്ല. അതുകൊണ്ട് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വളരെ തീവ്ര നിലപാടുകാരായ ആവേശ കമ്മിറ്റിക്കാരോട് പറയാനുള്ളത്, ഓരോ വിഷയങ്ങളെ സമീപിക്കുമ്പോൾ ആ പറയുന്നതിന് പിന്നിൽ അയാളുടെ രാഷ്ട്രീയമുണ്ടാവും, അയാളുടെ താല്പര്യങ്ങളുണ്ടാവും. അതിന് അയാളെ വേറൊരു തരത്തിൽ ആക്രമിച്ച് വേറെന്തിൻ്റെയെങ്കിലുമൊക്കെ വിരുദ്ധനാക്കി, അല്ലെങ്കിൽ വർഗീയവാദിയാക്കി, അല്ലെങ്കിൽ ഇസ്ലാം മത വിരുദ്ധനാക്കി ചാപ്പ കുത്താനൊന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇസ്ലാം മതമൊന്നും ഏതെങ്കിലും ഒരു പ്രത്യേകമായ സംഘടനകൾക്കോ കുറച്ചു പേർക്കോ പതിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. അത് ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന വിശാലമായ കാഴ്ചപ്പാടോടുകൂടെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഉൾക്കൊള്ളുന്നവർക്കുമാകാം, ഉൾക്കൊള്ളാത്തവർക്കുമാകാം, യോജിക്കുന്നവർക്കുമാകാം, വിയോജിക്കുന്നവർക്കും എല്ലാ അർത്ഥത്തിലും വിയോജിക്കാനുള്ള അവകാശവും ഉണ്ട് താനും. അനൂപിനോടെടുക്കുന്ന ഈ അഭ്യാസം അതിൻ്റെ പരിധികൾ വിട്ട് സഞ്ചരിക്കുന്നത് സൂക്ഷിക്കുന്നത് നല്ലതാണ്. വെറുതെ ആവശ്യമില്ലാതെ ഒരാളിനെ കൂടി വിരോധിയാക്കി, ശത്രുവാക്കി ആക്ഷേപിച്ച് പറഞ്ഞു വിടുന്നത് ഒരു നീതിയല്ല എന്നതാണ് സത്യം.